കാക്കാത്തോണ്ട് ഭാഗ്യം. ബിഗ് ബ്രദർ. ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണം കേട്ടോ, മലപ്പുറത്താണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റാച്ചൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. ഞാനും അവരും ഒന്നിച്ച് ഒരു ദിവസം ജനിച്ചതാട്ടോ. ബർത്ത്ഡേയും എല്ലാം ഒരു ദിവസമാണ്. അപ്പോൾ അവന് ഗൾഫിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നൊന്നര മാസമായിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞിട്ട് പോയതാട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിള്ളേരെല്ലാം കൊണ്ടൊന്ന് ഒരുങ്ങി വരാൻ വേണ്ടി കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവരെ കൂടെ പോകാൻ പറ്റിയില്ല. അവർ അങ്ങനെ നമ്മളിതാ പോകുന്ന വഴിക്ക് വടകര എത്തിയപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടിട്ടാ. അത് ഫുള്ള് വെള്ളമാണ്. പുറത്ത് നല്ല വെയിലും കാണുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കോഴിക്കോടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ഥലം ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിള്ളേർക്കെല്ലാം ദാഹവും വിശപ്പെല്ലാം ആയിട്ട് രാവിലെ ഇറങ്ങിയതല്ലേ, ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സും പിന്നെ ജ്യൂസും എല്ലാം കുടിച്ചൊന്ന് റെഡി ആയിട്ട് നമ്മളിതാ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട്. എൻ്റെ കസിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതെവിടെയാണ് പ്ലേസ് വരുന്നതെന്ന് കുറേ നാളെയിൽ പോവാത്ത. അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കലാന്ന്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ട് ഇതാ നല്ല ചിക്കൻ ബിരിയാണിയും വൈകുന്നേരം അയച്ചിട്ടുണ്ട് കേട്ടോ. എത്തുമ്പോൾ 4 മണി. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ബിഗ് ബ്രദർ കേട്ടിട്ടില്ല, കാക്കാത്തോണ്ട് ഭാഗ്യം. ബിഗ് ബ്രദർ. ഇത് ബിഗ് ബ്രദർ ഒന്നല്ല കേട്ടോ, എൻ്റെ അനിയനാണ്, മുത്തപ്പൻ്റെ മോനാട്ടോ, എൻ്റെ ഇളതാന്നവന്. അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കൻ്റെ റൂം വരുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത് തന്നെ വേറൊരു മൂത്താപ്പാൻ്റെ വീടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല ബ്രദർ, അവൻ്റെ വീടുണ്ട്. അപ്പോൾ മൂത്താപ്പാൻ്റെ മോനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് മുമ്പിൽ ബൈക്കിൽ പോയിട്ടോ. പിന്നെ നമ്മളും എൻ്റെ ഉമ്മയും എല്ലാവരും കൂടിയിട്ട്, അച്ഛനും ഉമ്മയും എൻ്റെ ഉമ്മയും കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതാട്ടാ മൂത്താപ്പൻ്റെ വീട്. ആദ്യം ഈ ഒരു വീട് കുഞ്ഞു വീടായിരുന്നു കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് അന്നേരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഇപ്പോൾ വീടെല്ലാം പൊളിച്ച് പുതിയ വീടൊക്കെ ആക്കി. അങ്ങനെ നമ്മൾ മൂത്താപ്പൻ്റെ വീട്ടിൽ നിന്ന് ജ്യൂസിലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഐബക്കിൻ്റെ ഡ്രസ്സ് ചേഞ്ചിങ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഇട്ടതല്ലേ, ഡ്രസ്സെല്ലാം നല്ല മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് വാഷ് ചെയ്ത് നല്ല ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടാ. അപ്പോൾ മുത്താപ്പൻ്റെ ഷോപ്പുണ്ട് കുറച്ച് അങ്ങോട്ട്. അപ്പോൾ മുത്താപ്പൻ്റെ മോനെയും കൂട്ടിയിട്ട് നമ്മൾ ഷോപ്പിലേക്ക് മുത്താപ്പനെ കാണാൻ പോയി. അവൻ അവിടെ തന്നെ പിക്ക് ചെയ്തിട്ടോ, അവിടെ തന്നെ ഇറക്കി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെറ്റാച്ചിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒന്നിച്ച് പോകാൻ കഴിയില്ല. കുറച്ച് ആൾക്കാരെല്ലാം നമ്മൾ അവിടെ നിന്ന് കണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല ഫുഡെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് ഈ 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കണ്ണൂരിലേക്ക് വിട്ടിട്ട് ഇതാ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചൂസ് ഉമ്മാൻ്റെയും അനിയത്തിൻ്റെ കൂടെ ട്രെയിനിലേക്ക് പാസ്സായിട്ടാ. അപ്പോൾ അവനങ്ങ് എസ്കേപ്പായി. അവനിക്ക് അല്ലെങ്കിലും കാറിലൊന്നും പോകുന്നത് അത്ര ഇഷ്ടമല്ല. ആദ്യമൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പം അത്ര ഇഷ്ടമല്ല. വേഗം ഒരു ക്ഷീണാകുന്നൊരു ടൈപ്പാണ് അവന്. അങ്ങനെ പിന്നെ അവനും ഇല്ല. അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങാതിരുന്നത്. പിന്നെ ഇതാ നമ്മൾ കണ്ണൂർ എത്താറായപ്പോൾ നല്ല മഴ, അടിപൊളി മഴയായിട്ടാ. നമ്മളില്ലേ നാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ അത്ര വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ കണ്ണൂർ എത്തിയപ്പോൾ. പിന്നെ വീട്ടിലെത്തിയിട്ട് എന്താ വല്ല ബിസ്ക്കറ്റ് ചായ അങ്ങനെ എന്തെങ്കിലും കുടിച്ച് വയറിറക്കാമെന്ന് വിചാരിച്ചിട്ട് അത്ര വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ഓക്കെ, ബായ്.